ഹായ് എവ്രി വൺ, ഐ എം ബാക്ക് വിത്ത് വീണ്ടും ഒരു പ്രോഗ്രാം പ്ലാനിങ് ആൻഡ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡേ. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൈക്ക് ഓഫ് ദേവു. അപ്പോൾ ഇത് നമ്മൾ ഓഫീസിൽ നാളെ മറ്റന്നാളുമായിട്ട്, അതായത് സാറ്റർഡേ സൺഡേ ആയിട്ട് ഒരു വർക്ക്ഷോപ്പ് സീരീസ് നടക്കുന്നുണ്ട്. ബേസിക്കലി ഇവരെ ആദ്യം പരിചയപ്പെടുത്താം. ഒരു പുതിയ മുഖമുണ്ട്, എൽദോസ് അഥവാ കിച്ചുവും റഹ്മത്തും എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു, രണ്ടുപേരും. അതിൽ കിച്ചു ഇസ് ലൈക്ക് എൻ്റെ ഒരു ഭയങ്കര ബ്രദറാണ്, ബ്രദറിനെ പോലെയാണ്. അപ്പോൾ ഐ മീൻ ലൈക്ക് അല്ല, ബ്രദറാണ്. അപ്പോൾ ഇവർ സീനിയർ ജൂനിയർ അടിപിടികളൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം നാളത്തെ പ്രോഗ്രാമിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെലിഗേറ്റ്സിന് കൊടുക്കാനായിട്ടുള്ള ഗിഫ്റ്റ്സൊക്കെ റാപ്പ് ചെയ്യുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിതിൻ്റെ ഓരോരോ പരിപാടികളിലായിരുന്നു. പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് കാലമായി. സോ ബേസിക്കലി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ ഒരു നോളജ് നമ്മൾ എന്താ പറയുക, പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും പഠിച്ച് തീർന്നു എന്ന് വിചാരിക്കരുത്. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അതിന് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളിരിക്കണം. ഇപ്പോൾ ഒരു തെറാപ്പി എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതിൽ ഇന്നോവേറ്റീവായിട്ട് സ്വന്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എത്തിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ അതാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് വെക്കാൻ തന്നെ കാരണം. ബിക്കോസ് ഒരു കോളേജ് ലെവലിൽ ഇങ്ങനെ അധികം പ്രോഗ്രാംസ് നടന്ന് കാണാറില്ല. ആൻഡ് നമ്മൾ ഈ വെച്ചിരിക്കുന്ന സെഷൻസ് ആണെങ്കിലും ഒത്തിരി കോളേജസിൽ എന്താ പറയുക, അത്ര ആളുകൾ പരിചിതമായിട്ടുള്ളൊരു സാധനങ്ങളല്ല. അതായത് ആർട്ട് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, CBT, ട്രാൻസാക്ഷൻ അനാലിസിസ്, ഇത്രയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാവരും അതിൻ്റെ ഓരോരോ വർക്കുകളിലാണ്. ഇതാണ് ഹിസാന, ആദ്യം കാണിച്ചതാണ് സാബർ. ഇവരാണ് നമ്മുടെ സ്ഥിരം ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ളവർ. അപ്പോൾ എല്ലാവർക്കും മറ്റേ കളറും പെൻസിലൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും. പിന്നെ കളറിലങ്ങ് മുങ്ങിക്കുളിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരുടെ ഉള്ളിലെയും ആ ഒരു കുട്ടി ഉണർന്നു. ഈ കുട്ടി മേശ കണ്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കലാണ് ആ കുട്ടിയുടെ മെയിൻ പരിപാടി. ഇതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫയൽസ്, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു. നമ്മൾ ഓഫീസിലെ പണികളൊക്കെ കഴിഞ്ഞ് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക? പള്ളുരുത്തിയാണ് നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ സ്ഥലം. പള്ളുരുത്തിയിൽ എവിടേക്കോ ഫുഡിന്റെ സാധനങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആൻഡ് നാളത്തെ നമ്മുടെ മെയിൻ ഷെഫ് പണ്ടാരി കാക്കു. സോ ഇങ്ങോരാണ് നാളത്തെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെയാ? നെയ്ച്ചോറ്, ചിക്കൻ കറി, സാലഡ്, പരിപ്പ് കറി ഉണ്ടാക്കാനോട് പറയരുത്. പപ്പടം കാക്കുന് മാത്രം, അച്ചാറ്. സോ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലെ സ്നാക്സ്, രാവിലത്തെ യെസ് ഓക്കെ. അപ്പോൾ രാവിലത്തെ ഉള്ളിവട, അതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു തീരുമാനം ഉണ്ടാക്കാനുണ്ട്. അപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കണോ അതോ ഉണ്ടാക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോഴും. എനിവേസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ ലാഭം വീട്ടിലുണ്ടാക്കുമ്പോഴായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആളുടെ എഫേർട്ടിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും എവറിത്തിങ് വിൽ ഗോ വെൽ എന്ന് നമുക്ക് ശുഭപ്രതീക്ഷയോടെ ഇരിക്കാം. അപ്പൊ ഇനി കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് നാളത്തേക്ക് പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്നലെ കൊതുകടി കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. സോ അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടു പോകും. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ലക്ഷ്മീനെ കൊണ്ടുവിടുന്ന വഴിക്ക് എന്നാൽ സാധനങ്ങൾ വാങ്ങിയിട്ടൊക്കെ പോകാം. ബിക്കോസ് അവിടെ കുറച്ചും കൂടി റേറ്റ് കുറവുണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ലക്ഷ്മീൻ്റെ അവിടെ നിന്ന് ചിക്കൻ വാങ്ങിച്ചു. എല്ലാം അങ്ങനെ വാങ്ങി പോന്നു. അങ്ങനെ എല്ലാം വാങ്ങിച്ച് ലാസ്റ്റാണ് ഞാൻ എൻ്റെ നാളെ മറ്റന്നാളും ഇടാനുള്ള ഡ്രസ്സ് ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് ഇസാനയും സാബറും വരും. അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. തൊണ്ടയൊക്കെ പോയി. ആക്ച്വലി ഇന്ന് ഞാൻ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്താണോ എന്തോ. അപ്പോൾ നമ്മൾ ഓർത്ത് ഒരു ചെറിയ കട്ടൻ കുടിച്ചിട്ട് നിൽക്കാം. ഈ കട ഭയങ്കര ഫേമസ് ആണ്, ഈ പനമ്പള്ളി വാക്ക് വേൻ്റെ അടുത്തുള്ള. പക്ഷെ ഞാൻ ഈ ഒരു വ്യൂ കണ്ടത് ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബ്യൂട്ടി അറിയാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് നൈസ്. എന്തൊക്കെ കഷ്ടപ്പെട്ടാലും ഒരു പരിപാടി നടത്തി കിട്ടുക അല്ലേ. യെസ്, ഇതാണ് നാളത്തേക്ക് വേണ്ടുന്ന ഐറ്റംസ്. ഇനി ഇതെല്ലാം കൊണ്ടൊന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ മെല്ലനെ ചെയ്ത് വെക്കണം. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനാണ് ആർട്ട് തെറാപ്പിയുടെ ഡെലിഗേറ്റ്. സോ എനിക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് നടക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡു പ്രേ ഫോർ us. അത്രയേ ഉള്ളൂ. ടാറ്റാ.